അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് وأنعم على نبينا وحبيبنا وسيدنا محمد بن عبد الله وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ കേരള നദുവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവയുടെ പ്രവർത്തകന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് ഈ മഹത്തായ പരിപാടിയിൽ KNM മർക്കസ് ദഅവ മണ്ഡലം കമ്മിറ്റി ആദരിക്കുന്ന നമ്മുടെ സുഹൃത്ത് ഷാഫി പോലീസിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച, ഒരു ദഅവ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള മണ്ഡലം കമ്മിറ്റി തീർച്ചയായിട്ടും നല്ല ഒരു പ്രവർത്തനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇത് പ്രഗത്ഭമതികളായിട്ടുള്ള സ്വഹാബ കിറാം അവർ ചെയ്തു വന്നിട്ടുള്ളതാണ്. എത്രയോ ഉദാഹരണങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, ഇമാം ആജുറി അദ്ദേഹത്തിന് അശ്ശരീഅ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ അനുയായികളോട് പറയുമായിരുന്നു, ഹലുമ്മു നസ്ദാദു ഈമാന, കൂട്ടുകാരെ, സഹോദരങ്ങളെ, വരുവിൻ, നമുക്ക് നമ്മുടെ ഈമാൻ നവീകരിക്കാം, നമ്മുടെ വിശ്വാസം നന്നാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള ആളുകളെ വിളിക്കുമായിരുന്നു. സത്യത്തിൽ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ മണ്ഡലത്തിൻ്റെ വിവിധ ശാഖകളിലുള്ള ആളുകളെ വിളിച്ചുകൂട്ടി പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേൾപ്പിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനങ്ങൾ കേൾപ്പിച്ച് നമ്മുടെ ഈമാൻ നന്നാക്കുന്നതിനുള്ള ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, സ്വഹാബ കിറാമിൻ്റെ ചരിത്രത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ ഇതുപോലെ കാണാനായിട്ട് കഴിയും. ഏറ്റവും പ്രമുഖനായിരുന്ന, പ്രവാചകൻ്റെ വഹയി രേഖപ്പെടുത്തിയിരുന്ന അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറയാറുണ്ടായിരുന്നു, ഇജ്ലിസൂ ബിനാ നസ്ദാദു ഈമാന, നമുക്കൊന്നിരിക്കാം, എന്നിട്ട് ഈമാൻ നന്നാക്കാം. മഹാനായ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ട് ഒരു പ്രാർത്ഥന കൂടെ നൽകിയിട്ടുണ്ട്. മഹാനായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ സിദ്നി ഈമാനൻ വയഖീനൻ വഫിഖ്ഹ, അല്ലാഹുവേ, എനിക്ക് നീ
ഈമാൻ വർദ്ധിപ്പിച്ചു തരണമേ. കേവലം ഈമാൻ മാത്രമല്ല, ഈമാനൻ വയഖീനൻ, ദൃഢമായിട്ടുള്ള ഈമാൻ, വഫിഖ്ഹ, പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുമൊക്കെ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യത, ആ ഒരു ശക്തിയും കഴിവും എനിക്ക് നൽകണമേ എന്ന് മഹാനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തേണ്ടതുണ്ട്. ഇവിടെ എൻ്റെ സുഹൃത്ത് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞല്ലോ, മുമ്പ് ഇടക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ നിന്നുപോയി എന്നുള്ളത്. സ്കൂളുകളിൽ കുട്ടികളെ മുമ്പ് കാലത്ത് കൊഴിഞ്ഞു പോകുമായിരുന്നു. ഇടക്ക് 3ലും 4ലും 5ലും 6ലും പഠനം നിർത്തുക, കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക്, അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തകർ നടത്തുകയുണ്ടായി. എന്നതുപോലെ ദഅവാ പ്രവർത്തകർ എന്നുള്ള നിലക്ക്, ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ അനുയായികൾ എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ ഓരോ ശാഖയിലുള്ള ആളുകളോടും എനിക്ക് ഹൃദയം തൊട്ട് പറയുവാനുള്ളത്, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഉറക്കം അവസാനിപ്പിച്ചേ മതിയാകൂ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്, നമ്മുടെ അലസത എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിനേറ്റിട്ടുള്ള, നമ്മുടെ ഈമാനിനേറ്റിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു മുറിവുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് അവശതയുണ്ട് എങ്കിൽ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയും. എന്നതുപോലെ നമ്മുടെ ഈമാനിന് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് ചികിത്സിച്ചേ മതിയാകൂ. നിങ്ങൾ നോക്കൂ, ഈമാൻ എന്ന് പറയുന്നത് അത് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. കുറയുമൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കുറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് പോവുകയല്ല വേണ്ടത്. അവിടെ ഈമാനികമായിട്ടുള്ള ഊർജം നിരന്തരമായി കിട്ടാനുള്ള പ്രോഗ്രാമുകളും പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായിട്ടുള്ള ഇമാം ഔസാഇ റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു വിശ്വാസത്തെക്കുറിച്ച്, ഈമാനിനെ കുറിച്ച്, അയസീദുൽ ഈമാൻ, ഈമാൻ വർദ്ധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഖാല നഅം, അതെ, ഈമാൻ വർദ്ധിക്കും. ഏതുപോലെ? ഹത്താ യകൂന കൽ ജിബാൽ, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾക്ക് സമാനമായിക്കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ ഈമാൻ അത് രൂഢമൂലമായിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള ഈമാനിൻ്റെ വക്താവായിട്ട് ആളുകൾ മാറും എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു മഹത്തായ പ്രസ്ഥാനത്തിൽ അംഗങ്ങളായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് അല്ലാഹു തആല അവസരമൊരുക്കിയിട്ടും നമ്മൾ എന്തുകൊണ്ട് നിഷ്ക്രിയരാകുന്നു, നമ്മൾ എന്തുകൊണ്ട് അലസന്മാരാകുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ഇവിടെ ഫലസ്തീനിലെ കാര്യം പറഞ്ഞല്ലോ. അവിടെയുള്ള കുഞ്ഞുങ്ങൾ, അവിടെയുള്ള സ്ത്രീകൾ, അവരുടെയൊക്കെ ഈമാനിനെ കുറിച്ച്, അവരുടെയൊക്കെ വിശ്വാസദാർഢ്യതയെക്കുറിച്ച് പരീക്ഷണങ്ങളുടെ കനൽ പദങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ജനത, തകർന്നടിഞ്ഞ വീടുകൾ, കെട്ടിടങ്ങൾ, മസ്ജിദുകൾ, അതിൻ്റെ പരിസരത്ത് വന്നു നിന്നുകൊണ്ട് ഒരു പിഞ്ചു ബാലിക പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 155-ാമത്തെ വചനം, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ എന്നുള്ള ആയത്ത് പാരായണം ചെയ്യുകയാണ്. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശപ്പ് കൊണ്ട്, ഭയം കൊണ്ട്, അതുപോലെ ശരീരം മരണം സംഭവിപ്പിച്ചുകൊണ്ട്, അതുപോലെ രോഗങ്ങൾ കൊണ്ട്, കായ്ഫലങ്ങളുടെ, കാർഷികോൽപ്പന്നങ്ങളുടെ നഷ്ടം കൊണ്ട് ഒക്കെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കഠിനമായ പരീക്ഷണങ്ങളുടെ മധ്യത്തിൽ അതിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന ഒരു ജനതയിൽ ഒരു പിഞ്ചു ബാലിക അത് പാരായണം ചെയ്യുമ്പോൾ അവരുടെ ഈമാൻ എത്രയാണ്? സഹോദരങ്ങളെ, നമ്മൾ ഉറങ്ങിക്കിടന്നുകൂടാ എന്ന് ആവർത്തിച്ചുകൊണ്ട് ഉണർത്തുകയാണ്. ഉറങ്ങിക്കിടന്നാലോ, അലസന്മാരായാലോ, നമ്മൾ ഉൾവലിഞ്ഞാലോ എന്താണ് സംഭവിക്കുക? മഹാനായിട്ടുള്ള ഇമാം ഔസാഇ റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടല്ലോ, ഈമാൻ അത് ചുരുങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ
അതേ, ഹത്താ ലാ യബ്ഖാ മിൻഹു ശൈഉൻ, ഈമാനിൽ നിന്ന് ഒന്നും തന്നെ അവശേഷിക്കാത്ത വണ്ണം. ഒരു ബിഗ് സീറോ എന്ന് പറയാറുണ്ടല്ലോ, വട്ടപൂജ്യം എന്ന് പറയാറില്ലേ, അതുപോലെ നമ്മുടെ ഈമാൻ പോകും. നമ്മളാരും അഹങ്കരിക്കേണ്ടതില്ല. എനിക്ക് നല്ല ഈമാനുണ്ട്, ഞാൻ നല്ല സത്യവിശ്വാസിയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാണ് എന്നൊന്നും അഹങ്കരിക്കേണ്ടതില്ല. ആ ഈമാൻ അത് കണ്ണിലെ കൃഷ്ണമണി സംരക്ഷിക്കുന്നത് പോലെ നമ്മൾ അരക്കിട്ടുറപ്പിക്കാനുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളുണ്ടെങ്കിലേ നമ്മുടെ ഈമാൻ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഇത്തരം പ്രോഗ്രാമിലേക്ക് ജനങ്ങളെ വിളിച്ചാൽ അവർ മടി കാണിക്കാറില്ലേ? ഒരു QLS ഖുർആൻ ലേണിംഗ് സ്കൂൾ അതൊക്കെ നടത്തുവാൻ എത്ര പ്രയാസമാണ്. നമ്മുടെ മണ്ഡലം, അതിലെ വിവിധ ശാഖകൾ, ഖുർആൻ ലേണിംഗ് സ്കൂൾ നിങ്ങൾ നോക്കൂ, അതിനെക്കുറിച്ച് എത്ര വലിയ പദ്ധതികളാണ്. ഞാൻ റിയാദിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവർ, റിയാദ് ടൗണിൽ 4 ഖുർആൻ ലേണിംഗ് സ്കൂളുകളുണ്ട്. ആ 4 ഖുർആൻ ലേണിംഗ് സ്കൂളുകളിലായിട്ട് 100 പഠിതാക്കളാണ്, 100-ലധികം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ മുജാഹിദുകൾ മാത്രമല്ല, അല്ലാത്തവരും അതിലേക്ക് വിളിച്ച് അവരുടെ റൂമിൽ ചെന്ന് വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ ക്ഷണിച്ച് വരുത്തി ആ ക്ലാസ്സിലേക്ക് വരാൻ മടി കാണിച്ച് ഇരുന്ന ആളുകൾ അതിൻ്റെ കൺവീനർമാരായിട്ട്, അതിൻ്റെ പ്രവർത്തകന്മാരായിട്ട് മാറിയ സംഭവങ്ങൾ ഇന്നും അവർ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉണരണം പ്രിയമുള്ളവരെ. നമ്മൾ ശക്തമായി മഹത്തായ ദഅവത്ത് സംഘടന എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തോന്നും കുറേ സംഘടനകളുണ്ടല്ലോ, അതുപോലെ ഒരു സംഘടനയാണ് നമ്മുടേത് എന്ന്. ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ. കേരള നദുവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആനിൻ്റെ സ്വഹീഹായ തിരുസുന്നത്തിൻ്റെ ശരിയായ വെള്ളം ചേർക്കാത്ത കളങ്കമില്ലാത്ത ഇസ്ലാമിക ദഅവത്തി പ്രസ്ഥാനമാണ്, ആദർശ പ്രബോധന സംഘമാണ്. അതിൻ്റെ ഓരോ അണികൾക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിച്ചുകൂടാ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ ഈ സംഘടനയുടെ, ഈ ദഅവത്ത്, ഈ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയേ മതിയാകൂ. നിങ്ങൾ നോക്കൂ, ആളുകളെന്ന് ധാരാളമായിട്ട് പല കാര്യങ്ങൾക്ക് പോകുന്നു. ടൂറ്, മുമ്പൊക്കെ ടൂർ വർഷത്തിലൊന്നാണ് എങ്കിൽ ഇപ്പോൾ പല സമയങ്ങളിലായിട്ട് ടൂർ പോകുന്നു. ടൂറിനെ ആക്ഷേപിക്കല്ല. അതുപോലെ എന്തെല്ലാം ഫങ്ഷനുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ ഏതോ സ്ഥലത്ത് നടന്നൊരു സംഭവം, അതായത് ഈ ത്വലാഖുണ്ടല്ലോ, വിവാഹമോചനം, ഡൈവോഴ്സ് സെറിമണി എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലും ആഘോഷിക്കുന്ന ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ആളുകൾ അങ്ങനെയാണ്. പക്ഷേ നമ്മളെന്ന് പറയുന്നത് മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്, വിശിഷ്യ മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ അനുയായികളാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശം അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരികയും അത് പ്രചരിപ്പിക്കുവാൻ, പ്രബോധനം ചെയ്യുവാൻ അതിശക്തമായി നിലകൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അംബിയാ മുർസലീങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയുടെ കാര്യത്തിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും. നമ്മുടെ സഹോദരിമാർ, ചില ആളുകളൊക്കെ വീട്ടിൽ വെച്ചിട്ട് രാത്രി കാലങ്ങളിൽ ഓതുകയാണ്. ചില ആളുകൾ 2 യാസീൻ ഓതി എന്ന് പറയുന്നു. കുറേ അങ്ങനെ ഓതുന്നതിൽ അർത്ഥമുണ്ടോ? എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടയില്ലേ? ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അംബിയാ മുർസലീങ്ങൾ നന്മയുടെ വിഷയത്തിൽ ധൃതി കാണിക്കുന്ന ആളുകളായിരുന്നു, അതിൽ വിട്ടുവീഴ്ച കാണിക്കാത്തവരായിരുന്നു, അതിൻ്റെ മുൻപന്തിയിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എത്രയോ ആയത്തുകളിൽ നിങ്ങൾ നോക്കൂ, 21-ാം അധ്യായം സൂറ അൽ അംബിയാഇന്റെ 90-ാമത്തെ വചനം, അതിൽ പറയുന്നുണ്ട് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരെ നന്മയിൽ മുന്നിടുക എന്ന് മാത്രമല്ല വയദഊനനാ റഗബൻ വറഹബാ,
അവര് വളരെ വിനയത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ അതോടൊപ്പം അള്ളാഹുവിൻ്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ട് അവർ ദുആ ചെയ്യുമായിരുന്നു. നമുക്ക് ദുആ ചെയ്യാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സമയമുണ്ടാകാറുണ്ടോ എന്ന് നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ പരിശുദ്ധ ദീനിനു വേണ്ടി അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ അത് ചെറുതല്ല, അത് നിസ്സാരമല്ല. വമ്പിച്ച ത്യാഗങ്ങളുടെ ചരിത്രമാണ് സ്വഹാബത്തിൻ്റെ ചരിത്രം, അമ്പിയാക്കളുടെ ചരിത്രം. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞല്ലോ, സ്വർഗം ലഭിക്കുക എന്നുള്ളത് അത് പെട്ടെന്ന് സാധ്യമല്ല എന്നുള്ളത്. ത്യാഗത്തിന് തയ്യാറാവണം പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, മക്കയിൽ നിന്ന് വിശ്വാസ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോ ആദ്യമായിട്ട് അബിസീനിയയിലേക്ക് ഹിജറ പോയല്ലോ. അങ്ങോട്ട് ഹിജറ പോയപ്പോ ആ മുസ്ലിങ്ങളായിട്ടുള്ള മുഹാജിറുകൾക്ക് അഭയം നൽകരുത് എന്ന് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട് മക്കത്തെ പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ ചെന്ന് ആവശ്യപ്പെട്ടു. ആ സന്ദർഭത്തിൽ മഹാനായിട്ടുള്ള ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് രാജാവിനോട് പറഞ്ഞ കാര്യം ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, ഒരു രാജ്യത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള സത്യസാക്ഷി വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസപൂർവ്വം ജീവിക്കാൻ അനുവദിക്കപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ, അന്യനാട്ടിലേക്ക് അഭയം തേടി പോയപ്പോൾ അതുപോലും മുടക്കുന്ന ഒരു സാഹചര്യം, എത്ര ത്യാഗമാണ് അവർ അനുഭവിച്ചത്. പക്ഷെ അവർ വിട്ടുകൊടുത്തില്ല. ആ രാജാവിൻ്റെ ദർബാറിലേക്ക് കടന്നുകൊണ്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അയ്യുഹൽ മലിക്, അല്ലയോ മഹാരാജാവേ, കുന്നാ ഖൗമൻ അഹ്ലു ജാഹിലിയ, ഞങ്ങൾ ഇരുണ്ട യുഗത്തിന്റെ ആളുകളായിരുന്നു. നഅബുദൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. വനഅകുലുൽ മീത, ഞങ്ങൾ ശവം ഭുജിക്കുന്ന ആളുകളായിരുന്നു. വനഅതിയൽ ഫവാഹിഷ്, ഞങ്ങൾ വൃത്തികേടുകൾ, ലൈംഗിക അരാജകത്വത്തിന്റെ ആളുകളായിരുന്നു. വനഖ്തഉൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവരായിരുന്നു. വനുസിഉൽ ജിവാർ, അയൽവാസികളെ ദ്രോഹിക്കുന്നവരായിരുന്നു. വയഅകുലു മിന്നൽ ഖവിയ്യു അൽളഈഫ്, ശക്തന്മാരായ ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ, മസിൽ പവറുള്ള ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ, അവർ ദുർബലന്മാരായ ആളുകളെ കടന്ന് ആക്രമിച്ച് അവരുടെ പണം എടുക്കുമായിരുന്നു. അദ്ദേഹം തുടരുകയാണ്. അങ്ങനെ പ്രവാചകൻ കടന്നു വന്നു, പരിശുദ്ധ ഖുർആൻ ഇറങ്ങി. ആ ആയത്തുകൾ പ്രവാചകൻ ഓതി പഠിപ്പിച്ചു. ആ ആയത്തുകളുടെ സന്ദേശം ഞങ്ങളുടെ മനോമുഖരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ആ സന്ദർഭത്തിലോ അദ്ദേഹം തുടരുകയാണ്, ഖാല ജഅഫർ റളിയല്ലാഹു അൻഹു ഫതആന ഇലല്ലാഹി ലിനുവഹിദഹു, അദ്ദേഹം, ആ പ്രവാചകൻ ഞങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. എന്തിനാണ് ക്ഷണിച്ചത്? ലിനുവഹിദഹു, അല്ലാഹുവിനുള്ള ഇബാദത്തുകൾ അവന് മാത്രം സമർപ്പിക്കുവാൻ വേണ്ടി, അല്ലാഹുവിൻ്റെ ഏകത്വത്തിലേക്ക്, അല്ലാഹുവിൻ്റെ വഹദാനിയത്തിലേക്ക് ഞങ്ങളെ പ്രവാചകൻ ക്ഷണിച്ചു. വനഖ്ലഉ മാ കുന്നാ നഅബുദു നഹ്നു വആബാഉനാ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ആരാധിച്ചു വന്നവയെ കൈയൊഴിയുവാൻ ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. എന്നിട്ടോ വഅമറനാ ബിസിദ്ഖിൽ ഹദീസ്, വർത്തമാനം സത്യസന്ധമായി നിർവഹിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചു. വഅദാഇൽ അമാന, അമാനത്തുകൾ അതിൻ്റെ ആളുകൾക്ക് കൊടുക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചു. അങ്ങനെ പ്രവാചകൻ വരുത്തിയിട്ടുള്ള, ആ ജനതക്ക് നൽകിയിട്ടുള്ള മഹത്തായ മൂല്യങ്ങളെ കുറിച്ച് ജഅഫർ റളിയല്ലാഹു അൻഹു ആ ദർബാറിൽ വെച്ച് രാജാവിനോട് വിവരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറ മറിയമിന്റെ ആരംഭത്തിലുള്ള ഏതാനും വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സംസാരം കേട്ടപ്പോൾ രാജാവിന് മനസ്സിലായി, ഇവർ പ്രവാചകന്റെ അനുയായികളാണ്, ദൈവദൂതന്റെ അനുയായികളാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അവർക്ക് അഭയം നൽകുകയായിരുന്നു. അഭയം അവർക്ക് നിഷേധിക്കണമെന്ന് പറഞ്ഞ ആളുകളെ അദ്ദേഹം അവർക്ക് അതിന് അനുവാദം നൽകിയില്ല എന്ന് മാത്രമല്ല,
മുസ്ലിം സമൂഹത്തിന് അഭയവും സംരക്ഷണവും സൗകര്യങ്ങളും ഒരുക്കി എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ച് ഓർക്കുക. മറ്റൊരു സംഭവം പ്രിയമുള്ളവരെ, സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ മഗാസി എന്ന് പറയുന്ന യുദ്ധരംഗത്ത് അനുഭവിച്ച ത്യാഗങ്ങൾ, കഷ്ടതകൾ വിവരിക്കുന്ന ഭാഗത്ത് ബാബു ഗസ്വതി മുഅ്ത ഫി അർളി ശാം, ഷാമിന്റെ ഭൂമികയിൽ വെച്ച് മുഅ്ത യുദ്ധവേളയിൽ അനുഭവിച്ച സംഭവങ്ങൾ പറയുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അള്ളാഹുവിൻ്റെ പള്ളിയോടോ അള്ളാഹുവിൻ്റെ ഖുർആനിനോടോ മഹത്തായ ഈ ദഅവത്തി സംരംഭത്തോടോ ഒരു കൂറും കാണിക്കാത്ത ആളുകൾ 1000 വട്ടം ചിന്തിക്കേണ്ടുന്ന സംഭവമാണ് ഈ കാര്യമെന്ന് പ്രത്യേകം അടിവരയിട്ട് പറയുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ 4261 വചനം അതിൽ പറയുകയാണ്, പ്രിയമുള്ളവരെ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം നിവേദനം ചെയ്യുകയാണ്, അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വതി മുഅ്ത, മുഅ്ത യുദ്ധത്തിൽ വെച്ച് റസൂലുള്ളാഹി ഒരു കാര്യം കൽപ്പിച്ചു. ആരോടാണ് കൽപ്പിക്കുന്നത്? സയ്യിദ് ഇബ്നു ഹാരിസയോടാണ്. അദ്ദേഹത്തിന്റെ നാമം നിങ്ങൾ ഓർത്തു വെക്കണം, സയ്യിദ് ഇബ്നു ഹാരിസ. ഒരു പ്രത്യേകമായിട്ടുള്ള കൽപ്പനയാണ് പ്രവാചകൻ പുറപ്പെടുവിക്കുന്നത്. ടൈമായോ? സഹോദരങ്ങളെ, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മുഅ്ത യുദ്ധത്തിൽ ഇൻ ഖുതില സയ്യിദുൻ, സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിൽ വധിക്കപ്പെട്ടാൽ ഫജഅഫർ, പിന്നീട് നായകത്വം ജഅഫർ റളിയല്ലാഹു അൻഹുവിനായിരിക്കും. വഇൻ ഖുതില ജഅഫർ, ജഅഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വധിക്കപ്പെട്ടാൽ ഫഅബ്ദുല്ലാഹ് ഇബ്നു റവാഹ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹയായിരിക്കും പിന്നീട് നായകത്വം വഹിക്കേണ്ടത്. എന്നിട്ട് പറയാൻ ഖാല അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുടെ അവസ്ഥ എന്ന് പറയുന്നത്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, കുൻതു ഫീഹിം ഫീ തിൽക്കൽ ഗസ്വ, ഞാനും ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നു. ഫൽതമസ്നാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ആ യുദ്ധത്തിൽ ഞാൻ കണ്ടു. എങ്ങനെയാണ് കാണുന്നത്? ഫവജദ്നാഹു ഫിൽ ഖത്ല,
യുദ്ധഭൂമിയിൽ വധിക്കപ്പെട്ട രക്തസാക്ഷികളുടെ കൂട്ടത്തിലായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ഫവജദ്നാ മാ ഫീ ജസദിഹി ബിൽഅം വതിസ്ഈന മിൻ തഅനതിൻ വറംയതിൻ, 90-ലധികം കുത്തേറ്റുകൊണ്ട് അതുപോലെ അമ്പേറ്റുകൊണ്ട് ആണ് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് പ്രവാചകന്റെ പ്രഖ്യാപനം, പ്രവാചകന്റെ കൽപ്പന, സെയ്ദ് കൊല്ലപ്പെട്ടാൽ ജഅഫർ കൊല്ലപ്പെട്ടാൽ അബ്ദുല്ലാഹ് ബിൻ റവാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയ്ദ് ഈ യുദ്ധത്തിൽ വധിക്കപ്പെടാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം വധിക്കപ്പെടുമെന്ന് മാത്രമല്ല, പിന്നീട് വരുന്ന ജഅഫർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടും. അതായത് ഈ യുദ്ധത്തിൽ എൻ്റെ ജീവൻ, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും എന്ന് വായിച്ചെടുക്കാവുന്ന പദപ്രയോഗങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധത്തിൻ്റെ മുമ്പേ നൽകുന്നത് എന്ന് നമ്മൾ അറിയുക. അപ്പം അവരൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നറിയിപ്പ്, ഇതാ പുലരുമ്പോൾ യുദ്ധഭൂമിയിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടും, ഇങ്ങനെ ഓരോ ആളുകൾക്കും സന്ദേശം നൽകുകയാണ്. എന്നിട്ടോ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ജഅഫർ ബിൻ അബീ ത്വാലിബിനെ കണ്ടത് അദ്ദേഹത്തെ വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 90-ലധികം വരുന്ന അമ്പുകളേറ്റ്, കുത്തുകളേറ്റ് ആ നിലയിലായിരുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മുൻഗാമികളായിട്ടുള്ള ആളുകൾ, അവരുടെ ത്യാഗങ്ങൾ നമ്മൾ ഓർക്കണം. നാളെ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരും എന്ന് ഒരു സംശയവും വേണ്ട. ആ രൂപത്തിൽ ഉണ്ടായിട്ടും രണാങ്കണത്തിലേക്ക് ഇറങ്ങി ആത്മാർത്ഥമായിട്ട് പോരാടാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. നമ്മുടെ അവസ്ഥയോ? എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു, എന്തെല്ലാം പ്രോഗ്രാമുകൾ നടക്കുന്നു, അതിലേക്ക് ഇറങ്ങി വരാൻ, അതിലേക്ക് ഒന്ന് സമയം കണ്ടെത്താൻ നമ്മൾ മടി കാണിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ ഉത്തരം പറയുക? സ്വഹാബ, വനിതകൾ ഉൾപ്പെടെയുള്ളവരുടെ ചരിത്രം, പ്രിയമുള്ളവരെ, നമുക്ക് രോമാഞ്ചം നൽകുന്ന ആവേശഭരിതമായിട്ടുള്ള ചരിത്രമാണ്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുടെ ചരിത്രം പോലും. ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരെക്കുറിച്ച് പറയുന്നത് പ്രവാചകന്റെ കൂടെ അവർ രണാങ്കണത്തിൽ പോരാടി എന്നുള്ളതാണ്. പോരാടി എന്ന് മാത്രമല്ല, മഹാനായിട്ടുള്ള ഇമാം ദഹബി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, സ്വഹാബികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ഓരോ സംഭവങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അവരെക്കുറിച്ച് പറയുന്നത്, പ്രവാചകന്റെ കൂടെ 9ഓളം വരുന്ന യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു വനിതയായിരുന്നു അവരെന്നാണ്. അതുപോലെ തന്നെ ഉമ്മു അതിയ നുസൈബ ബിൻതുൽ ഹാരിസ് അൽ അൻസ്വാരിയ റളിയല്ലാഹു തആല അൻഹാ, അവരെക്കുറിച്ച് പറയുന്നത് മിൻ ഫുഖഹാഇ സ്വഹാബ എന്നാണ്. സ്വഹാബ വനിതകളുടെ കൂട്ടത്തിലെ പണ്ഡിതകളുടെ കൂട്ടത്തിലായിരുന്നു അവരുടെ സ്ഥാനം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള സ്വഹാബി വനിതകളും സ്വഹാബിമാരുമൊക്കെ ഈ ദീനിന് വേണ്ടി ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ചു. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യം എന്താ? നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ അവസ്ഥ. രാത്രി കാലങ്ങളിൽ ടൗണുകളിൽ തുറന്നു വെച്ചിട്ടുള്ള ഹോട്ടലുകളിലും അതുപോലെ ടീ സ്പോട്ട് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റികളിലും റെസ്റ്റോറൻറ്റുകളിലും പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് മാത്രമല്ല, മണിക്കൂറുകൾ അതിനുവേണ്ടി ചിലവഴിക്കുന്നു. എന്നിട്ട് അവർക്ക് ഉറക്കമില്ല. അവർ പുലർച്ചെ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ വന്ന് ഉറങ്ങുന്ന അവസ്ഥ. ആരുടെയും കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, യുവതികൾ, അങ്ങനെയുള്ള അവസ്ഥയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള സവിശേഷമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ നിരന്തരം ദീനീ രംഗത്ത് അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായി നടത്തേണ്ടതുണ്ട്. പലർക്കും ഒരു ധാരണയുണ്ട് ഇതൊന്നും നമ്മുടെ ബാധ്യതയല്ല എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറ യൂസുഫിൻ്റെ 108-ാമത്തെ വചനം, ഖുൽ ഹാദിഹി സബീലി,
പറയുക പ്രവാചകരെ, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറ, അലാ ബസീറ എന്ന് പറഞ്ഞാൽ അലാ ഇൽമിൻ, വ്യക്തമായ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും. മുഹമ്മദ് നബി മാത്രമല്ല പ്രബോധകൻ, അദ്ദേഹത്തെ പിൻപറ്റുന്നവരും പ്രബോധകന്മാരാണ്. ഓരോ ആണും പെണ്ണും പ്രബോധകന്മാരാണ്. വിശ്വാസികളാണോ മുഅ്മിനീങ്ങളാണോ അവരെല്ലാവരും പ്രബോധകന്മാരാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല എന്നുള്ളതാണ്. ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ രേഖപ്പെടുത്തുന്ന കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അലാ ബസീറത്തിൻ വയഖീനിൻ വബുർഹാനിൻ ശർഇയ്യിൻ വഅഖലിയ്യിൻ, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് ഉൾക്കാഴ്ചയോടുകൂടെ, ദൃഢബോധ്യത്തോടുകൂടെ, പ്രമാണബദ്ധമായിക്കൊണ്ട്, അതുപോലെ അഖലിയ്യ്, ചിന്താപരമായിക്കൊണ്ട്, യുക്തിപൂർവമായിരിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് എന്നാണ്. ഇതാരുടെ ബാധ്യതയാ? ഓരോ സ്ത്രീ പുരുഷന്മാരുടെയും ബാധ്യതകളാണ്. സൂറ അത്തൗബ 9-ാം അധ്യായം, അതില് ഒരു വചനമുണ്ടല്ലോ, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം ഔലിയാക്കളാണ്, മിത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള വചനമുണ്ടല്ലോ. ആ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള ഇമാം അബൂ ജഅഫർ തിബരി രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. 9-ാം അധ്യായം 71-ാമത്തെ സൂക്തം നമ്മളെല്ലാവരും അത് പഠിക്കേണ്ടതുണ്ട്. അതിൽ പറയുന്നത് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ളുഹും ഔലിയാഉ ബഅ്, സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ പരസ്പരം മിത്രങ്ങളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. ഞാൻ ഈ ആയത്ത് ഇവിടെ കേൾപ്പിക്കുന്നത് എന്തുകൊണ്ടാ? എന്താണ് നന്മ കൽപ്പിക്കുന്നത് എന്നുള്ള വിശദീകരണത്തിൽ വന്നിട്ടുള്ളത് തഫ്സീറിൽ കാണുന്നത് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. അൽ അംറു ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ ദുആഉ മിനശ് ശിർകി ഇലൽ ഇസ്ലാം, അതായത് ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അതിൻ്റെ അർത്ഥം നൽകിയ സ്ഥലത്ത് എന്തുകൊണ്ട് അങ്ങനെ പരാമർശിച്ചു? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങൾ, അവരൊക്കെ പ്രബോധകന്മാരായിരിക്കണം. അവർക്ക് നന്മ കൽപ്പിക്കേണ്ടെന്ന ബാധ്യതയുണ്ട്. ജനങ്ങളെ ഷിർക്കിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കേണ്ടെന്ന ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുപോലെ വന്നഹ്യ് അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ അന്നഹ്യു അൻ ഇബാദത്തിൽ ഔസാനി വശയാതീൻ, ബിംബങ്ങളെയും പിശാചുക്കളെയും ആരാധിക്കുന്ന അങ്ങനെയുള്ള ബഹുദൈവ വിശ്വാസം അത് വെടിയാൻ വേണ്ടിയിട്ട്, വിരോധിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വരണം. അതവരുടെ കർത്തവ്യമാണ് എന്നാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിരന്തരം ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നടക്കണം. മണ്ഡലം തലത്തിൽ മാത്രമല്ല, ഓരോ ശാഖയിലും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നിരന്തരം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തന രംഗത്ത് നിരന്തരമായിട്ട് നമ്മുടെ ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ച്, സഹോദരങ്ങളെ, നാളത്തെ നമ്മുടെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുന്ന വണ്ണം നമ്മൾ മാറാൻ തയ്യാറാകണം. നിങ്ങൾ നോക്കൂ, മുൻഗാമികളായിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഓരോ കുടുംബത്തിലെയും ആളുകൾ ഇപ്പോൾ സ്വർഗം നേടണം എന്നുള്ള ലക്ഷ്യം, നരകമോചനം നമ്മുടെ ലക്ഷ്യം, അത് നേടാനായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ കാത്തുകൊള്ളുക, സംരക്ഷിക്കുക എന്ന് മാത്രമല്ല വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ വ്യക്തിപരമായി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും അള്ളാഹുവിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദഅവത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തം അത് കൃത്യമായി നമ്മൾ നിർവഹിക്കണം. നമ്മുടെ കുടുംബത്തിൽ വേണം. നമ്മുടെ കുട്ടികൾ, നിങ്ങൾ നോക്കൂ എന്താ ഇന്നത് നമ്മുടെ അവസ്ഥ. ഒരാൾ പണിക്ക് വന്നു, അപ്പം അദ്ദേഹത്തിന് വേഷഭൂഷാദികൾ കണ്ടാൽ ഒരു അമുസ്ലിമാണെന്ന് തോന്നും. കാരണം കയ്യിൽ കെട്ടുണ്ട്, കഴുത്തിൽ കെട്ടുണ്ട്. കയ്യിലേക്ക് കെട്ട് കണ്ടാൽ മനസ്സിലാവുക അദ്ദേഹം എന്തോ ഒരു സംഘടനയുടെ ആളാണ് എന്ന് തോന്നും. പക്ഷേ പേര് ചോദിച്ചപ്പോൾ നൗഷാദ് ബാബു എന്നാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആളുകൾ മാറിയിട്ടുണ്ട്. എത്രയോ ആളുകൾ അന്ധവിശ്വാസത്തിൻ്റെ പടുകുണ്ടിലാണ്. നമ്മുടെ ആളുകൾ വിവിധ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ബിദ്അത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ദുരാചാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ദഅവത്ത് ഈ പ്രവർത്തനങ്ങൾ നടത്തണം. ഓരോ ആളുകളും, അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തു തഹരീമിന്റെ 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സഹോദരങ്ങളെ, ഞാൻ ഈ ആയത്ത് ഇവിടെ ഓതുമ്പോൾ മുജാഹിദുകളായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അവരൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതമാണോ നയിക്കുന്നത് എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ രക്തത്തിൽ പിറന്ന മക്കൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ, അവർ നാളെ നരകത്തിൻ്റെ ഇന്ധനമായി മാറുമോ എന്ന് നമ്മൾ ഭയക്കുകയും അവരെ സ്വർഗത്തിലേക്ക് ഒന്നിച്ചു പോകുന്ന കുടുംബമായി മാറാൻ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ കടമ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുൻഗാമികളായിട്ടുള്ള ആളുകൾ അങ്ങനെയായിരുന്നു. നബിമാരുടെയും സഹാബത്തിൻ്റെയും ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലെമ്പാടുമുണ്ട്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇന്ന് ഈ അടുത്താണല്ലോ ഇപ്പോൾ ഷബാബിൻ്റെ മെഗാ പ്രചാര ദിനമൊക്കെ നമ്മൾ ആചരിച്ചത്. ഷബാബാകട്ടെ, പുടവയാകട്ടെ, അതുപോലെയുള്ള ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കുവാൻ, അതുപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിക്കുവാൻ, അതിനൊക്കെ നമ്മുടെ മക്കൾ തയ്യാറുണ്ടോ? നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ തയ്യാറുണ്ടോ? നമ്മുടെ MGMൻ്റെ സഹോദരിമാർ ഖുർആൻ ക്ലാസ് ചെറിയ വോയിസ് ആയിട്ട് വിടുന്നു. അതുപോലും കേൾക്കാൻ സമയം കണ്ടെത്താത്ത ആളുകൾ എവിടെയാണ്? നമ്മൾ എന്ത് കൂറാണ്, എന്ത് പ്രതിബദ്ധതയാണ് നമുക്ക് ദീനിനോടുള്ളത്? 5 നേരം നമസ്കാരം നിർവഹിച്ചാൽ മാത്രം നമ്മുടെ ഈമാനും ഇസ്ലാമും പൂർത്തിയായി എന്ന് കരുതുകയാണോ? അല്ല പ്രിയമുള്ളവരെ, മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ സംഭവങ്ങൾ, സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടാൽ അവരൊക്കെ നിങ്ങളെപ്പോലെ നമ്മെപ്പോലെ വീട്ടിലെ ജോലികളൊക്കെ എടുക്കുന്നതിന് പുറമെ അവർ പഠിക്കുമായിരുന്നു. അവരല്ലാഹുവിൻ്റെ ദീന് പഠിക്കുമായിരുന്നു. ഏതാനും സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹാ, പ്രവാചകന്റെ പത്നി, അവരെക്കുറിച്ച് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാ കിറാമിൽപ്പെട്ട മുതിർന്നവരായിട്ടുള്ള ആളുകൾ പോലും ചില സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിക്കുമായിരുന്നു എന്നാണ്. വകാന അകാബിറു സ്വഹാബ റളിയല്ലാഹു അൻഹും യസ്അലൂനഹാ അനിൽ ഫറായിൽ. മുതിർന്ന സ്വഹാബിമാർ ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങളെ സംബന്ധിച്ച് സംശയങ്ങൾ അവരോട് ചോദിക്കുമായിരുന്നു. എന്ന് മാത്രമല്ല, കാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ മിൻ അഫ്ഖഹിൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മതപണ്ഡിതകളുടെ കൂട്ടത്തിലെ ഒരാളായിരുന്നു അവർ എന്നാണ്. മതപണ്ഡിതന്മാർ, ഫഖീഹുകൾ, മിൻ അഫ്ഖഹിൻ നാസ് എന്നാണ്. എന്തുകൊണ്ട്, എങ്ങനെയാണ് അവർ അറിവ് കരസ്ഥമാക്കിയത്? അവർ പരിശുദ്ധ ഖുർആൻ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഒട്ടേറെ സംഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ,
അവരുടെ ഇൽമിനെ സംബന്ധിച്ച്, അവരുടെ അറിവിനെ സംബന്ധിച്ച് തന്നെ മഹാന്മാരായ മുൻഗാമികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു അഹദൻ അഅലമു ബിൽ ഹലാലി വൽ ഹറാം വൽ ഇൽമി വശ്ശിഅരി വത്തിബ്ബി മിൻ ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ ഹലാലിനെ സംബന്ധിച്ചും ഹറാമിനെ സംബന്ധിച്ചും അതുപോലെ വിജ്ഞാനത്തെ സംബന്ധിച്ച് കവിതയെ സംബന്ധിച്ച്, കവിത എന്ന് പറയുമ്പോൾ അറബി സാഹിത്യത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കവിത എന്ന് പറയുന്നത്. ഒരാൾക്ക് കവിത അറിയുമെങ്കിൽ, കവിത വായിച്ച് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാകുമെങ്കിൽ അയാൾക്ക് ഭാഷ മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ ആ കവിതയും അതുപോലെ വത്തിബ്, വൈദ്യശാസ്ത്രം, ഇതൊക്കെ ഏറ്റവും നന്നായി അറിയുന്ന ആളായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹാ എന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ. എന്നിട്ട് ഒരുപാട് സംഭവങ്ങൾ. ചില ആളുകൾക്ക് സംശയം, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ള സംശയങ്ങളുണ്ടായി. ചിലർ പറഞ്ഞു നടന്നു മുഹമ്മദ് നബി അള്ളാഹിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനവർ തെളിവായിട്ട് ആയത്തോതുന്നു, വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, വ്യക്തമായിട്ടുള്ള ആ ചക്രവാളത്തിൽ വെച്ചിട്ട് മുഹമ്മദ് നബി അള്ളാഹുവിനെ കണ്ടു എന്നാണ് അവർ അതിനർത്ഥം വെച്ചിട്ടുള്ളത്. ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹാ വനിതയായിട്ടുള്ള അവർ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേവലം ഓതിപ്പോകല്ല. നമ്മുടെ ചില സഹോദരിമാർ മഗ്‌രിബായി കഴിഞ്ഞാൽ കുറേ സൂറത്തുകൾ ഓതും, യാസീന്, റഹ്മാന്, ദുഹാന്, വാഖിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഓതിപ്പോകല്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചിന്തിച്ചു, ഈ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് പ്രപഞ്ചനാഥനെ നേരിട്ട് കാണാൻ കഴിയുമോ? ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചിട്ട് ഖുർആനിലെ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു. എന്താണ് ആയത്ത്? സൂറ അൻആമിലെ 103-ാമത്തെ വചനം, ലാ തുദ്രികുൽ അബ്സ്വാർ, ഈ ദൃഷ്ടികൾ കൊണ്ട് അല്ലാഹുവിനെ കാണുക സാധ്യമല്ല. വഹുവ യുദ്രികുൽ അബ്സ്വാർ, അവൻ അഥവാ അല്ലാഹു ഈ കണ്ണുകളെ കാണുന്നു, ഈ മനുഷ്യരെ കാണുന്നു. അപ്പൊ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത്? ഈ കണ്ണുകൾ കൊണ്ട് അല്ലാഹുവിനെ ഈ ദുനിയാവിൽ വെച്ച് കാണുക സാധ്യമല്ല. അത് സൂറ അൻആമിന്റെ 103-ാമത്തെ വചനം. അത് ആയിഷ റളിയല്ലാഹു അൻഹ ഓതിക്കൊടുത്തു. അവർക്ക് സംശയം മാറി. അതുപോലെ മറ്റൊരു സംഭവം പ്രിയമുള്ളവരെ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ചില ആളുകൾ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ വരാനിരിക്കുന്ന ഭാവി കാര്യങ്ങളൊക്കെ അറിയും എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി. എന്താ ആയത്ത്? കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. സൂറ അൻ-നംലിലെ 65-ാമത്തെ ആയത്ത്. കുൽ, പ്രവാചകരെ പ്രഖ്യാപിക്കുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ അതിലുള്ള ഒരാളും ഗൈബ് അറിയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ. ഈ സംഭവങ്ങളൊക്കെ സ്വഹീഹ് മുസ്ലിമിലെ 177-ാമത്തെ വചനത്തിൽ കാണാനായിട്ട് കഴിയും. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി ജനങ്ങളുടെ സംശയങ്ങളെ, തെറ്റായിട്ടുള്ള ചിന്തകളെ അത് മാറ്റുകയാണ്, സംശയങ്ങൾ ദൂരീകരിക്കുകയാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പിന്നെ ചിലരൊക്കെ പറയുന്നതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടു. വളരെ പ്രസിദ്ധരായ ആളുകളാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിൻ്റെ അഹ്ലുകാർ കരഞ്ഞാൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടപാടെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഖാലത്ത് വഹല, അവർ പറഞ്ഞു ആ പറഞ്ഞ ആൾക്ക് മറവി സംഭവിച്ചിട്ടുണ്ട്. ഇന്നമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള നിശ്ചയം പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമാണ്, ഇന്നഹു ലയുഅദ്ദബു ബിഖതിയതിഹി വദംബിഹി, ഒരു മനുഷ്യൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുക അവന്റെ തെറ്റുകളും കുറ്റങ്ങളും കൊണ്ട് മാത്രമായിരിക്കും. അവൻ മരിച്ചിട്ട് മറ്റുള്ളവർ കരഞ്ഞതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന്
സഹീഹുൽ ബുഖാരിയിൽ 3978 വചനമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തോതി സൂറ അൽ അൻആമിലെ 164 ആയത്ത്, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്ന്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ. അതായത് ബദർ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ യുദ്ധം, അവിടെ ഒരു കിണറുണ്ടായിരുന്നല്ലോ, ഖലീബ് എന്ന് പറയുന്ന ആ കിണർ. അവിടെ ചെന്നിട്ട് യുദ്ധാനന്തരം ആ കിണറിൽ മറവ് ചെയ്യപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ശത്രുക്കളുടെ മൃതദേഹങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയുണ്ടായി, ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഈ മരിച്ചാലും കേൾക്കുമെന്ന് പറഞ്ഞു. മരിച്ച ആളുകൾ കേൾക്കും എന്ന് പറയണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ വിശുദ്ധ ഖുർആനിലെ ആയത്തോതി. എന്താണ് ആയത്ത്? ഇന്നക ലാ തുസ്മിഉൽ മൗതാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. സൂറ നംലിലെ 80, സൂറ ഫാത്തിറിലെ 22 വചനങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ഓതുക. അപ്പോൾ ഇതൊക്കെ സഹീഹുൽ ബുഖാരിയുടെ 3978 വചനമാണ്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പാണ്ഡിത്യമാണ്. ഇങ്ങനെയാണ് മുൻഗാമികൾ ആ കാലഘട്ടത്തിൽ അവർ പഠിച്ച് ചിന്തിച്ച് ആയത്തുകൾ ഉദ്ധരിച്ച് ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയാണ്. വലിയ രൂപത്തിൽ അവർ ഖുർആൻ കൊണ്ട് മറുപടി പറയുകയാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ എന്താണ് അവസ്ഥ? ഇന്നത്തെ തലമുറ അവർ ഖുർആൻ പഠിക്കാനോ QLSകൾ സംഘടിപ്പിക്കുവാനോ അതിൽ പഠിതാവായി മാറുവാനോ തയ്യാറുണ്ടോ? അതല്ലെങ്കിൽ പഠിച്ച് ഇതുപോലെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ ആളുകൾ തയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെയുള്ള ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മക്കളുടെ മനസ്സിൽ വായിക്കാനും പഠിക്കുവാനും ഇസ്ലാമികമായിട്ടുള്ള നിരന്തര ഒരു ടച്ച്, ഒരു ആത്മബന്ധം അവർക്കുണ്ടാകണം. അതിനുള്ള പരിശ്രമങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് സജീവമായി ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, സ്വഹാബികൾ, ഇപ്പോൾ സ്വഹാബി വനിതകളിൽപ്പെട്ട ചില അൻസാരി വനിതകളെക്കുറിച്ച് പറയുന്നത്, അവരെത്ര നല്ല വനിതകളാണ്, അവർ പ്രവാചകനോട് കാര്യങ്ങൾ ചോദിച്ച് പഠിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് സ്വഹാബികൾ തന്നെ, പുരുഷന്മാരായ ആളുകൾ തന്നെ പലതും ചോദിച്ച് പഠിക്കുക. അവർ മടി കാണിക്കുന്നില്ല, ആ രൂപത്തിലായിരുന്നു അവർ എന്നുള്ളതാണ്. ഉമയ്യ ബിൻത് ഖൈസ് അൽ ഗഫാരിയ എന്ന് പറഞ്ഞിട്ടൊരു സ്വഹാബി വനിത, 17 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവർ ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, 17 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ മുജാഹിദ് തറവാട് എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന അങ്ങനെയുള്ളൊരു തറവാടിൽ നിന്ന് 17 വയസ്സുള്ള +2 ഒക്കെ കഴിഞ്ഞ, അല്ലെങ്കിൽ +2ലും പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് പോവുക? അവളുടെ തലയിൽ തട്ടം നിൽക്കൂല, അവൾക്ക് തട്ടം ധരിക്കാൻ അറിഞ്ഞുകൂടാ. അവൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ, അവൾ ഒരു കഫേയിലെത്തിക്കഴിഞ്ഞാൽ, ഒരു കാപ്പി കുടിക്കാൻ വന്നാൽ അവൾ തലയിൽ തട്ടുണ്ടാവില്ല, ഷാള് അത് കഴുത്തിലൂടെ ആയിരിക്കും. അവളുടെ വേഷം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി, സുൻഫാൻ മിൻ അഹ്ലിന്നാർ, 2 വിഭാഗം നരകത്തിൻ്റെ അവകാശികളാണ്. അതിലൊന്നെന്ന് പറയുന്നത് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് എന്നാണ്, വസ്ത്രം ധരിച്ച നഗ്നകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ നേർത്ത വസ്ത്രം ധരിച്ച, അതുപോലെ ഔറത്ത് മറക്കാത്ത അങ്ങനെയുള്ള സ്ത്രീകളാണ്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ, 17 വയസ്സുള്ള സ്വഹാബി വനിത അവർ ഖൈബർ യുദ്ധത്തിന് പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഇമാം ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ തബഖാത്തുൽ കുബ്രയിൽ രേഖപ്പെടുത്തുകയാണ്, ആ സഹോദരി പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ജിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിനെ സമീപിച്ചു. എങ്ങനെയാ സമീപിച്ചത്? ഫീ നിസ്വതി മിൻ ബനി ഗഫാർ സന്തതികളുടെ കൂടെയാണ് പ്രവാചകന്റെ അടുത്ത് വന്നത്. ഫഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ഇന്നാ നുരീദു യാ റസൂലല്ലാഹ് അൻ നഖ്റുജ മഅക ഇലാ വജ്ഹിക ഹാദാ യാനി ഖൈബർ.
പ്രവാചകരെ, അങ്ങയുടെ കൂടെ ഖൈബർ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറപ്പെടുകയാണ്. എന്നിട്ടോ അവര് ഞങ്ങൾ പരിക്കേറ്റവരെ ചികിത്സിക്കുകയും സാധ്യമാകുന്നത്ര മുസ്ലിങ്ങളെ സഹായിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെൺകുട്ടിയോട് നിനക്ക് 17 വയസ്സല്ലേ പ്രായം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചയക്കുകയല്ല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് അലാ ബറക്കത്തില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹിന്റെ റസൂല് ചെയ്തത്. നിങ്ങൾ നോക്കൂ, റുഫൈദ ബിൻത് സഅദ് അൽ അൻസ്വാരിയ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്വഹാബ വനിത. ആ സ്വഹാബ വനിതയെ കുറിച്ച് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ ഒരു ഈ മൊബൈൽ ടെൻറ്റ്. ഈ ടെൻറ്റ് ഇങ്ങനെ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ടെൻറ്റ് സ്ഥാപിച്ച് ചികിത്സ നടത്താൻ ആ ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച സ്വഹാബി വനിതയായിരുന്നു റുഫൈദ ബിൻത് സഅദ് അൽ അൻസ്വാരിയ റളിയല്ലാഹു അൻഹ എന്നാണ്. അതായത് സ്വാഹിബത്തുൽ ഖൈമത്തി തിബ്ബിയ്യത്തുൽ ഊല ഫി താരീഖ് എന്നാണ്. ചരിത്രത്തിൽ ഒന്നാമത്തെ മെഡിക്കൽ ടെൻറ്റ്, അതായത് മൊബൈൽ മെഡിക്കൽ ടെൻറ്റ്, ഈ ചികിത്സിക്കുന്ന ടെൻറ്റ്, അതിങ്ങനെ ഓരോ പ്രദേശത്തേക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചികിത്സിക്കുന്ന, അത്രമാത്രം ആ കാലഘട്ടത്തിൽ. ഇന്നിപ്പോൾ KG മുതൽ PG വരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാലയങ്ങളുടെ പരസ്യങ്ങളുള്ളത്. അന്ന് KG ഉണ്ടോ? ഇല്ല. പക്ഷേ അവർ ഇങ്ങനെയുള്ള രംഗത്തേക്ക് വന്നു. നമ്മുടെ സഹോദരിമാർ ഇത്രയൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും അവർ പള്ളിയിലേക്ക് ജുമഅക്ക് വരുന്നുണ്ടോ? അവർ ഇസ്ലാമികമായ കാര്യങ്ങളിൽ അവരുടെ ഭാഗമാക്കാറുണ്ടോ? അവരുടെ പങ്ക് എത്രമാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സഹോദരിമാർ മയ്യത്ത് പരിപാലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ചില ഫോട്ടോകളൊക്കെ കണ്ടു, 6-7 പേര്. അത് അവരെ പിന്നെ നിരാശപ്പെടുത്തല്ല, തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നമ്മുടെ മണ്ഡലത്തിൽ, നമ്മുടെ ഓരോ ശാഖയിലും വിചാരിച്ചാൽ ഈ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് ഒരു 50, 60, 70 ഒക്കെ സഹോദരിമാർ എത്തിപ്പെടാൻ വേണ്ടി കഴിയും. അവർ വരുന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിലോ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ എത്രമാത്രമാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഷിഫ ബിൻത് അബ്ദുല്ലാ അൽ ഖുറഷിയ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്വഹാബി വനിത. ആ സ്വഹാബി വനിതയെക്കുറിച്ച് പറയുന്നത് സർജറി ചെയ്യാൻ, അതായത് മുറിവൊക്കെ പറ്റിയാൽ അത് തുന്നിക്കെട്ടി സർജറി ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അവർ എക്സീമ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വൈദ്യശാസ്ത്രം അതൊക്കെ നിർവഹിക്കാൻ ഉള്ള പ്രാഗൽഭ്യമുള്ള സ്വഹാബ വനിതയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്രയോ ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ രക്തസാക്ഷി സുമയ്യ റളിയല്ലാഹു അൻഹ. അവരെക്കുറിച്ച് തന്നെ രേഖപ്പെടുത്തുന്നത് എന്താ? ഇബ്നു കസീർ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വന്നിഹായ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, അവ്വലു ഷഹീദിൻ കാന ഫിൽ ഇസ്ലാമി ഉസ്തുഷിദ ഉമ്മു അമ്മാർ. അമ്മാറിൻ്റെ മാതാവായിട്ടുള്ള സുമയ്യ റളിയല്ലാഹു അൻഹയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒന്നാമതായിട്ട് രക്തസാക്ഷിയായത്. എങ്ങനെയാ രക്തസാക്ഷിയായത്? അബൂജഹൽ അബൂജഹൽ എന്ന് പറയുന്ന വ്യക്തി യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ട് അവരുടെ ജനനേന്ദ്രിയത്തിൽ കുത്തി എന്നുള്ളതാണ്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ബിദായ വന്നിഹായയിൽ എഴുതുകയാണ്. അത്രമാത്രം ത്യാഗം സഹിച്ച മുൻഗാമികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ പള്ളിയുടെ കോമ്പൗണ്ടും ഉണ്ടായിട്ട്, ലൈറ്റും സൗണ്ടും ഉണ്ടായിട്ട്, ചെയർ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ അതിലേക്ക് വരാൻ മടി കാണിക്കുന്നുവെങ്കിൽ എങ്ങനെ ഉത്തരം പറയും നാളെ റബ്ബിൻ്റെ കോടതിയിൽ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 5 നേരം വീട്ടിൽ നിന്ന് നമസ്കരിച്ചത് കൊണ്ട് എൻ്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് ഉണർത്തുവാനുള്ളത്. പ്രിയമുള്ളവരെ,
എത്രയോ വനിതകളെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രവാചകന്റെ ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹാ, പരിശുദ്ധ ഖുർആനിലെ വവജദക ആഇലം ഫഅഗ്നാ എന്നുള്ള ഒരു ചെറിയ ആയത്ത്, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയപ്പോൾ, നബിയെ അങ്ങയെ നിർദ്ധയനായി കണ്ടപ്പോൾ അങ്ങേക്ക് ധന്യത നൽകിയില്ലേ എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം. ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായിട്ടുള്ള ഇമാം മുബാറക് ഫൂരി രേഖപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്, ഏത് സമ്പത്ത് കൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ധന്യനാക്കിയത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രവാചകന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചത് എന്നുള്ളതാണ്. അതെങ്ങനെയാ അദ്ദേഹം രേഖപ്പെടുക? ആയ് ബിമാലി ഖദീജ റളിയല്ലാഹു അൻഹാ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് കൊണ്ടാണ് പ്രവാചകന്റെ സാമ്പത്തിക പരാധീനതകൾ പരിഹരിച്ചത് എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു, വഖദ് അൻഫഖത മിൻ മാലിഹാ ലിമുസാനദത്തി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ദഅവത്തിൽ ഇസ്ലാമിയ്യ, പ്രവാചകനെയും ഇസ്ലാമിക പ്രബോധനങ്ങളെയും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹാ എമ്പാടും സമ്പത്ത് ചെലവഴിച്ചു. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരു സമ്പത്തും എനിക്ക് ഉപകരിച്ചില്ല എന്ന് പറയുകയാണ്. മുൻഗാമികളായിട്ടുള്ള വനിതാരത്നങ്ങളുടെ അവസ്ഥ ഇതാണ്. എത്ര ത്യാഗം, അള്ളാഹിൻ്റെ മാർഗത്തിൽ എത്ര സമ്പത്ത്, എത്രമാത്രം യാതനകളും കഷ്ടതകളും സമർപ്പണം, ആത്മത്യാഗം. എന്നാൽ നമ്മൾ വളരെ പിറകിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ ഈമാൻ നമ്മൾ നന്നാക്കണം, നമ്മൾ മുന്നോട്ട് വരണം. നമ്മൾ നരകമോചനം ലഭിക്കാൻ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്നാണല്ലോ. റബ്ബേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നാണല്ലോ. ആ നരകത്തിൽ നിന്നുള്ള മോചനം അത് നമുക്ക് ലഭ്യമാകാൻ പ്രിയമുള്ളവരെ നമ്മൾ എമ്പാടും അധ്വാനിക്കേണ്ടതുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ച് സൂറ ആലി ഇംറാനിൽ പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അല്ലാഹു തആല പറയാൻ, തീർച്ചയായും രാവും പകലുമൊക്കെ മാറി വരുന്നതിൽ ആകാശഭൂമികളെ സൃഷ്ടിപ്പില് ഒക്കെ ദൃഷ്ടാന്തമുണ്ട്. ബുദ്ധിയുള്ള ആളുകൾ അവർ ഇരുന്നും കടന്നും നിന്നും എല്ലാ സമയത്തും അവർ ചിന്തിക്കും. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതുലാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇത് നീ വൃഥാ സൃഷ്ടിച്ചതല്ല, ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല. നമ്മുടെ മക്കൾക്കൊക്കെ ഇപ്പോൾ ആ സംശയമാണ്, അള്ളണ്ടോ, അല്ലെന്നില്ലാതെ വെറുതെ നമ്മളിങ്ങനെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ മുസ്ലിമായി അങ്ങനെ മാറി എന്നുള്ളതാണ്. നരകമുണ്ടോ സ്വർഗമുണ്ടോ എന്നൊക്കെ സഹോദരങ്ങളെ ഒരു സംശയവും വേണ്ട, അങ്ങനെ ഒരു സംശയത്തിനും ഇടയില്ല. ഉറച്ച് വിശ്വസിക്കുക. നമ്മൾ എത്രയോ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്, അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ആ നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക പ്രിയമുള്ളവരെ. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതുലാ, ഇത് വൃഥാ സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 101-ാമത്തെ വചനം.
ആ നരകത്തു നിന്നുള്ള മോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നരകത്തിൻ്റെ പരലോകത്തിൻ്റെ യൗമുൽ ഹിസാബ്, ഹിസാബിൻ്റെ ആ ദിവസത്തെ അവസ്ഥ എന്താ? ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ, അന്നേ ദിവസം അവർക്കിടയിൽ ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. അന്നേ ദിവസം നിന്റെ വാപ്പ എവിടെ, നിന്റെ ഭാര്യ എവിടെ, മക്കളെവിടെ എന്നൊന്നും അന്വേഷണമൊന്നുമില്ല. വലാ യതസാഅലൂൻ, പരസ്പരം ചോദ്യങ്ങളില്ല. അങ്ങനെയുള്ള ഒരു പരലോകം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അത് മറന്നുപോയതാണ് ഇങ്ങനെ സൂക്ഷിക്കുവാനും ഇങ്ങനെ ഒരു ആവേശമില്ലാത്ത ഒരു മടുപ്പ് ഒക്കെ വരാനുള്ള കാരണം. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക. നബിയും സ്വഹാബത്തും ഒക്കെ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? എല്ലാ സുഖങ്ങളും ഐശ്വര്യങ്ങളും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കുവിൻ. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ഇമാം തിർമിദി തൻ്റെ സുനിൽ രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾ മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുവിൻ. മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുക എന്ന് പറയുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇസ്ലാമിക ചരിത്രത്തിൽ 10.5 വർഷം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചിട്ടുള്ള പ്രഗത്ഭനാണ് അദ്ദേഹം. അള്ളാന്റെ റസൂൽ ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വരൂ നമുക്ക് ഈമാൻ നവീകരിക്കാം, ഈമാൻ പുതുക്കാം. അവരുടെയൊക്കെ ഊണിലും ഉറക്കിലും ആ സ്വർഗം നേടണം, നരകത്തു നിന്നുള്ള രക്ഷ നേടണം എന്നുള്ള ചിന്തയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ സന്ദർശിക്കുമ്പോൾ കരയുമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഖബറൊക്കെ സന്ദർശിക്കുമ്പോൾ കരയുന്നത് എന്ന്. അപ്പോൾ ഖബർ അവ്വലു മനാസിലുൽ ആഖിറ, ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ്, ആദ്യത്തെ ഭവനമാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആ പരലോക ചിന്ത ഉണ്ടാവണം. നമ്മൾ ഈമാൻ അത് അരക്കിട്ടുറപ്പിക്കണം. നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ തൗഹീദാണ്. ഈ മഹത്തായ പ്രസ്ഥാനത്തിലെ ഒരംഗമായി മാറി എന്നുള്ളതാണ്. കേരള നദവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ എന്ന് പറയുന്ന മഹനീയമായ ഈ പ്രസ്ഥാനം പരിശുദ്ധ ഖുർആനിൻ്റെയും സഹിഹായ തിരുസുന്നത്തിൻ്റെയും കൃത്യമായ ആ ഒരു പ്രബോധനം നിർവഹിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അണികളായി മാറി എന്നുള്ളതാണ്. ഇനി നമ്മുടെ കർത്തവ്യം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വയം നന്നാകുക, നമ്മുടെ കുടുംബാംഗങ്ങളെ നന്നാക്കാൻ പ്രവർത്തിക്കുക. അതുപോലെ സമൂഹത്തിലും അതാണ് നമ്മുടെ കർത്തവ്യം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സൂറ ഫുസ്സിലത്തിലെ 31-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുകയുണ്ടായി, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഞാനൊരു മുസൽമാനാണ് എന്ന് മടിയില്ലാതെ, വെറുപ്പില്ലാതെ, അറപ്പില്ലാതെ സധൈര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വ്യക്തിയേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നാണ്. ആണും പെണ്ണും അതിൽ പെടും. വമൻ അഹ്സനു ഖൗലൻ എന്നാണ്, മൻ എന്നാണ് പ്രയോഗം. സ്ത്രീയും പുരുഷനും പെടും. എല്ലാവരും പ്രബോധകന്മാരാണ്. അതൊക്കെ ചില ആളുകൾ മാത്രം നിർവഹിച്ചാൽ മതി എന്നുള്ള ആ ചിന്താഗതി ഒരിക്കലും പാടില്ല. നമ്മൾ സജീവമായിട്ട് മുന്നോട്ട് വരണം. അതാണ് എനിക്ക് ആവർത്തിച്ചുകൊണ്ട് പറയാനുള്ളത്. സഹോദരങ്ങളെ, മുൻഗാമികൾ എങ്ങനെയാണ് സ്വർഗത്തിന് അർഹരായിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവാചകന്റെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പലതും നമുക്കറിയാം. അതുകൊണ്ട് ആ ഒരു മാർഗമാണ് നമുക്കും ഇവിടെ ആവർത്തിക്കുവാനുള്ളത്. ആ ഒരു മാർഗം അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പാടില്ല. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നാഥാ ഞങ്ങളെ നേരായ വഴി നടത്തേണമേ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഉറച്ച് പ്രാർത്ഥിക്കേണ്ടത്, ഉറച്ച് ആ ഒരു മനസാന്നിധ്യത്തോടുകൂടെ അള്ളാഹുവിനോട് പറയേണ്ടത്, ഞാൻ ഈ ശരിയായ പാന്താവിൽ അടിയുറച്ച് നിൽക്കുന്നതോടൊപ്പം, അതിനുവേണ്ടി പരിശ്രമിക്കുന്നതോടൊപ്പം എൻ്റെ കുടുംബം, എൻ്റെ മഹല്ല്, എൻ്റെ പ്രദേശം, എൻ്റെ യൂണിറ്റ്, അതിലെ എല്ലാ ആളുകളെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ച്, അങ്ങനെ വേണം. നമ്മുടെ യൂണിറ്റിൽ ഒരാൾക്ക്, നമ്മുടെ മണ്ഡലത്തിൽ ഒരാൾക്ക് ഒരസുഖം വന്നു, അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക, ഒന്ന് സലാം പറയുക, എന്താണ് പ്രശ്നം,
എന്താണ്, അദ്ദേഹത്തിന് വിവരങ്ങൾ അറിയുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം നമ്മൾ ഉണ്ടാവണം. അങ്ങനെ ഒരു അത് നമ്മുടെ ബാധ്യതയാണ്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിങ്ങൾ പരസ്പരം 6 ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരു നല്ല സമൂഹമായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം എന്ന് ആണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാനും നിങ്ങളുമൊക്കെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിചാരണക്ക് വിധേയമാകുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രസ്ഥാനത്തിൽ നല്ല ഏകദൈവ വിശ്വാസം കലർപ്പില്ലാതെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ അംഗത്വമുണ്ടായിരുന്നില്ലേ, എന്നിട്ടും എന്തേ നീ മൗനം പാലിച്ച് ഉൾവലിഞ്ഞ് മാറി നിന്നത് എന്ന് ചോദിക്കാൻ ഇടവരാത്ത വണ്ണം നമ്മൾ സജീവമായി മുന്നോട്ട് വരിക. നിസ്സാരമല്ല പ്രിയമുള്ളവരെ, ദഅവത്ത് നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് സ്വഹാബികളൊക്കെ മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിവിധ ഭൂപ്രദേശങ്ങളിലേക്ക് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് പോയത് എന്നോർക്കുക. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു അത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഒരുമിച്ച് കൂടുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ഇങ്ങനെ സന്ദേശങ്ങൾ എത്തിക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ആത്മാർത്ഥത വേണം. പലപ്പോഴും ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഊർജം നഷ്ടപ്പെടുക. ആത്മാർത്ഥതയുണ്ടാവണം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻസാനിൽ സ്വർഗത്തിൻ്റെ അഹ്ലുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അല്ലാഹു തആല പറയാൻ, ആ ആളുകളുടെ സ്വർഗാവകാശികളുടെ രീതി എന്ന് പറയുന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുമ്പോൾ അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത്. ഒരിക്കലും നിങ്ങളുടെ അടുക്കൽ നിന്ന് ഒരു നന്ദി വാക്കോ ഒരു അഭിനന്ദനമോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിൻ്റെ 18-ാം അധ്യായം 110-ാമത്തെ സൂക്തത്തിലും അതാണ് പറയുന്നത്. അതൊക്കെ വിജയം വരിക്കാനുള്ള മാർഗമാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫലിയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. കണ്ടോ, ആരാധനയിൽ ഒന്നിനെയും പങ്കുചേർക്കരുത് എന്നാണ്. റിയാ ഉണ്ടാകാൻ പാടില്ല, പ്രകടനപരത ഉണ്ടാകാൻ പാടില്ല. ഇഖ്ലാസ്, ആത്മാർത്ഥത, അതായിരിക്കണം നമ്മുടെ മുഖമുദ്ര. അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ഓർത്തുകൊണ്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുക. പ്രിയമുള്ളവരെ, എനിക്കതാണ് നിങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ളത്. ആത്മാർത്ഥതയുള്ള, നല്ല മനസ്സുള്ള, നല്ല ചിന്തയുള്ള ആളുകളായി മാറുക. റബ്ബ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.